കൊല്ലത്ത് വാടക കൊടുക്കാത്തതിന് കുട്ടികളെ വീട്ടുടമ പൂട്ടിയിട്ടു. കുട്ടികളുടെ മാതാവ് വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു ഈ ക്രൂരത. വീട്ടിലേക്കുള്ള വൈദ്യുതിയും വിച്ഛേദിച്ചു. ഞങ്ങൾ 4 മാസത്തെ വാടക കൊടുക്കാനുണ്ട്. അഡ്വാൻസ് എല്ലാം തീർന്നായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഗേറ്റ് പൂട്ടി. 3 ദിവസം മുന്നേ വന്ന് ഒരു ഗേറ്റ് പൂട്ടിയായിരുന്നു. ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. അങ്ങനെ വന്ന് പൂട്ടിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയ ഗേറ്റ് ഞങ്ങൾ അകത്തുനിന്ന് കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. അവർ അന്നേ അങ്ങനെ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അത് തുറന്നിട്ട് കയറിയായിരുന്നു. പിന്നെ ഇന്ന് ആയപ്പോഴത്തേക്ക് വൈകിട്ട് വന്ന് ഗേറ്റും പൂട്ടി. വെളിയിലത്തെ ഞങ്ങൾ വെള്ളം എടുക്കാതിരിക്കാൻ വേണ്ടി വെള്ളവും കളഞ്ഞ് പിന്നെ കറണ്ടും ഓഫ് ചെയ്തിട്ട് പോയി. അത് അവരും ഈ വീട്ടിലെയും അപ്പുറത്തേക്കുള്ള എല്ലാവരും കൂടെ വന്നിട്ടാ ഇതെല്ലാം പറഞ്ഞത്. വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് 24 വാടക കുടിശ്ശിക 24 അടയ്ക്കുമെന്ന് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ അറിയിച്ചു. ഒരു കാര്യം ചെയ്യേ, ഇപ്പൊ എത്ര മാസത്തെ വാടക കൊടുക്കാനുള്ളത്? ഇപ്പൊ 4 മാസത്തെ കൊടുക്കാനുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ വീട് എവിടെയാ? വീട്ടുടമസ്ഥന്റെ വീട് അടുത്ത് തന്നെയാണോ? കൊട്ടിയത്താ. കൊട്ടിയത്തെ വീട്ടുടമസ്ഥന്റെ 4 മാസത്തെ വാടക നമ്മുടെ ഓഫീസിൽ നിന്ന് അടയ്ക്കുമെന്ന് പറഞ്ഞേക്കൂ കേട്ടോ. നിങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുക. ബാക്കി കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ. അപ്പോൾ അരുൺ രാജ്, നമ്മൾ യഥാർത്ഥത്തിൽ ഇവർ കുടിശ്ശിക വരുത്തിയെന്ന് പറയുന്ന 4 മാസത്തെ വാടക നമ്മൾ ഫ്ലവേഴ്സിന്റെ ഓഫീസിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന അദ്ദേഹത്തെ അറിയിച്ചേക്കുക. വീടൊന്നും പൂട്ടിയിടണ്ടെന്ന് പറയാം. ഓക്കെ. അരുൺ രാജ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഏതായാലും വീട്ടുടമ അത് കാണിച്ചത് കുട്ടികളോട്, ഈ മാതാപിതാക്കൾ വീട്ടിലില്ലാത്ത സമയത്ത് കാണിച്ചത് ക്രൂരതയാണ്. അടിയന്തരമായി 24 കണക്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാവുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ? ഉന്മേഷ്, കണ്ണില്ലാത്ത ക്രൂരത എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. കാരണം 17 വയസ്സും 5 വയസ്സും മാത്രമുള്ള 2 പെൺകുട്ടികൾ വീട്ടിലുള്ളപ്പോഴാണ് എന്തിന്റെ പേരിലായാലും ആ ഒരു വാടക നൽകി. അത് വെറും 4 മാസത്തെ വാടകയാണ്. അതിന് എത്ര തന്നെ വിലയായാലും ആ കുട്ടികൾ മാതാവില്ലാത്ത സമയത്ത് ആ കുട്ടികളെ വീട്ടിൽ പൂട്ടിയിടുക, വീട്ടിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിക്കുക, വെള്ളം പോലും എടുക്കാൻ കഴിയാത്ത രീതിയിൽ ടാപ്പുകളടക്കം തുറന്നു വിട്ടിട്ട് ആ വീട് പൂട്ടിക്കൊണ്ട് പോവുക, ആ സ്ഥിതിയിലേക്കടക്കമാണ് ഇന്ന് കൊട്ടിയത്ത് സംഭവിച്ചത്. ഒടുവിൽ ഈ കുട്ടികളുടെ ദുരവസ്ഥ അറിഞ്ഞ നാട്ടുകാരാണ് നമ്മളെ ബന്ധപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മുടെ വാർത്താ സംഘം അവിടെ എത്തുകയും ഈ കുട്ടികളുടെ ദയനീയാവസ്ഥ, കുട്ടികളുടെ അവസ്ഥ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നത്. പിന്നാലെ പോലീസ് സ്ഥലത്തെത്തി ഈ വീട്ടിലേക്കുള്ള വൈദ്യുതി പുനഃസ്ഥാപിച്ചു. വീട്ടിന്റെ ഗേറ്റ് അടക്കം പൊളിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഈ സംഭവത്തിൽ പോലീസിന് പോലും ഇടപെടൽ ഉണ്ടാകുന്നത്. എന്നാലും ഈ വാടക 4 മാസത്തെ വാടക നമ്മൾ നൽകാമെന്ന കാര്യം 24ന്റെ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 4 മാസത്തെ വാടക വീട്ടുടമസ്ഥന് ഉടൻ തന്നെ നമ്മൾ കൈമാറും എന്നുള്ളതാണ് നിലവിൽ നമ്മൾ അറിയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട്, കാരണം 4 മാസമായി വാടക കൊടുക്കാനില്ലെന്ന് പറഞ്ഞ് അവർ വീട്ടിൽ പരാതി അടക്കം നൽകിയിരുന്നു. ഒടുവിൽ രോഗബാധിതയായ ഉമ്മ യൂസഫ് അലിയെ കാണാനാണ് ഇന്ന് കൊച്ചിയിലേക്ക് പോയത്. കാരണം അവിടെ നിന്ന് ഒരു സഹായമാണ് ആ ഉമ്മ പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെയും ആ ഉമ്മയ്ക്ക് യൂസഫ് അലിയെ കാണാൻ കഴിഞ്ഞില്ല. മടങ്ങി വരുന്നതിനിടയിലാണ് മക്കളെ പൂട്ടിയിട്ടെന്ന വിവരം കൂടി ആ ഉമ്മ അറിയുന്നത്. ഇതേ തുടർന്ന് നാട്ടുകാരുടെ കൂടി ഇടപെടലോടെ ഈ വീട് തുറക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഒടുവിൽ ഈ പോലീസ് അടക്കം എത്തിയാണ് ഈ വീട് ഗേറ്റ് അടക്കം പൊളിച്ച് അകത്ത് കിടന്ന് ഈ കുട്ടികളെ പുറത്തെത്തിച്ചത്. എന്തായാലും കുട്ടികൾക്ക് ഇപ്പോൾ ഏറെ ആശ്വാസമുള്ള കാര്യമാണ്. കുട്ടികൾ ആ സന്തോഷം നമ്മോട് പങ്കിടുകയും ചെയ്തു. ശരി, അരുൺ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്.